അപ്പോൾ ബ്രസീൽ, മൊറോക്കോ, സ്കോട്ട്ലൻഡ്, ഹെയ്ത്തി. എന്താണ് ബ്രസീൽ ആരാധകനായിട്ടുള്ള ഫൈസൽ അതിപുരാതന ബ്രസീൽ അതിപുരാതന ബ്രസീൽ ആരാധകനായിട്ടുള്ള ഓർമ്മുള്ളത് അല്ല അത് നമ്മളുണ്ടായിരുന്നോ ഫൈസലിന്റെ സാധനം കാണുമ്പോ നമ്മളാ 2014 ലോകകപ്പില് ഫൈസല് തലക്ക് കൈ ഫൈസൽ ഒന്നും മിണ്ടാതെ അടിക്കുന്ന ഫൈസലിനെയാണ് ഞാൻ ഇപ്പോഴും ഇന്നും കൂടി അത് ഹൈലൈറ്റ്സ് ഒന്ന് ചോദിക്കുന്നുണ്ട് ദേഷ്യം. അപ്പോൾ ഫൈസൽ കഴിഞ്ഞ റീപ്ലേ ഓരോ ഗോൾ അപ്ഡേറ്റ് ചെയ്യുമ്പോഴേ സ്വാഭാവികമായിട്ടും നമ്മളെ 2002 ലോക ചാമ്പ്യന്മാരാകുന്നു. അല്ല അന്ന് അതിന്റെ പിറ്റേ ദിവസം അന്ന് രാത്രി ഫൈസൽ ചെയ്ത സ്റ്റോറിയും എനിക്ക് ഓർമ്മയുണ്ട്. കുന്നിലെ ദൈവങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട് ഫൈസൽ സ്റ്റോറി ചെയ്തിട്ടുണ്ടല്ലേ. എനിക്ക് അതിലെനിക്ക് OR ആണ് അന്ന് പിന്നെ അന്ന് പറഞ്ഞത്. ഇതിൽ കൂടുതൽ ഈ കളിയെക്കുറിച്ച് ഇനി ഒന്നും പറയാനില്ലാന്ന്. കാരണം അതൊരു ഓരോ ബ്രസീലിയൻ ആരാധകനും അത്രമാത്രം നുറുങ്ങിയിട്ടുണ്ട്. ഞാൻ യഥാർത്ഥത്തിൽ 2 വർഷം കഴിഞ്ഞിട്ടാണ് ആ 7 ഗോളുകളും കണ്ടത്. സത്യം പറയാലോ, എനിക്ക് കാണാൻ കഴിയുമായിരുന്നില്ല. 3 ഗോൾ കഴിഞ്ഞാൽ പിന്നീട് തലക്കകത്ത് എന്തോ ഒരു പെരുപ്പ് വരും. കാരണം അത് അത്രമാത്രം ട്രോമ ഉണ്ടാക്കിയിട്ടുണ്ട് ആ ബ്രസീലിയൻ ആരാധകരെ എന്നുള്ളതാണ്. പക്ഷേ മാരക്കാന ദുരന്തം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബ്രസീൽ ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും അപമാനിക്കപ്പെട്ടത് ഒരു പക്ഷെ മാരക്കാന ദുരന്തത്തെക്കാൾ വലിയ ദുരന്തമായിരുന്നു എന്നുള്ളതാണ്. മാരക്കാന അതൊരു ദുരന്തം എന്ന് പറയുമ്പോഴും അതൊരു കിരീടം കൈവിട്ടതിൻ്റെ ഓർമ്മയാണ്. പക്ഷേ ഇത് അങ്ങനെയല്ല. ബ്രസീലിയൻ ഫുട്ബോളിന് ഏറ്റവും വലിയ ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടിയാണ് അത്. അതിൽ സംശയം. അതിൽ നിന്ന് കരകയറാൻ ഇപ്പോഴും കഴിയുന്നില്ല എന്ന് കൂടി തോന്നുന്നുണ്ട്. ക്വാളിറ്റിയുള്ള പ്ലേയേഴ്സ് ഉണ്ടായിട്ട് പോലും. പക്ഷേ കഴിഞ്ഞ 2 തവണയും ബ്രസീൽ പുറത്തായ രീതികൾ അപ്രതീക്ഷിതം എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പം അതിനുശേഷം ബ്രസീൽ ബെൽജിയത്തോട് തോറ്റാണ് പുറത്താകുന്നത് 2018. അത് പ്രധാനമായിട്ട് അവർക്ക് യൂറോപ്യൻ വമ്പന്മാരോട് ഏറ്റുമുട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ സമ്മർദ്ദത്തിന് അടിമപ്പെടുന്നു എന്ന് തോന്നുന്നു. അതെന്താണ് അവർക്ക് യൂറോപ്യൻ ലീഗുകളിൽ കളിക്കുന്ന എത്രയോ താരങ്ങളുണ്ട് അവർക്ക്. പക്ഷേ എങ്കിലും തുടർച്ചയായിട്ട് അവർ യൂറോപ്പിന് അത് നോക്കൂ. 2006 ജർമ്മനി ഫ്രാൻസിനോട് തൊട്ടാണ് 1 ഗോളിന് തൊട്ടാണ് അവർ ചാമ്പ്യന്മാരായിരുന്ന അവർ മടങ്ങുന്നത് ക്വാർട്ടർ ഫൈനലിൽ. 2010 സൗത്ത് ആഫ്രിക്കയിൽ വെച്ച് നടക്കുമ്പോഴും വീണ്ടും ക്വാർട്ടർ ഫൈനലിൽ നെതർലൻഡ്സിനോട് തോറ്റ് 2-1 തോറ്റവർ മടങ്ങുന്നു. 2014 അവർ 4ാം സ്ഥാനത്തേക്ക് വരുന്നു. പക്ഷേ അത് ആ ദുരന്ത കഥയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. 7-1 തോൽവിക്ക് ശേഷം ലൂസേഴ്സ് ഫൈനലിൽ പോലും അവർ തോൽക്കുന്നു. 2018 റഷ്യയിൽ വെച്ച് വീണ്ടും ക്വാർട്ടർ ഫൈനലിൽ ബെൽജിയത്തോട് 2-1 വീണ്ടും തോൽക്കുന്നു. ഏറ്റവും ഒടുവിൽ ഖത്തറിൽ ക്വാർട്ടർ ഫൈനലിൽ ക്രൊയേഷ്യയോട് ഷൂട്ടൗട്ടിലാണ് അവർ തോൽക്കുന്നത്. അതായത് നിർണായക ഘട്ടത്തിൽ അവർക്ക് പിഴച്ചു പോകുന്നു എന്നുള്ളതാണ്.